ഹായ് ഫ്രണ്ട്സ്, മമ്മൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം രാവിലെ കുഞ്ഞുങ്ങൾക്ക് പൊതിച്ചോറായിരുന്നു കേട്ടോ കൊടുത്തു വിട്ടിരുന്നത്. അപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും ഓരോ പൊതിച്ചോറായാലോ എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അപ്പം അതിനായിട്ട് കറികളും ചോറും ഇലയും എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ വാട്ടിയ ഇലയ്ക്കകത്തേക്ക് നല്ല ചൂട് ചോറിട്ടു. കേരമീൻ കറി വെച്ചത് 2 പീസ് എടുത്ത് അങ്ങോട്ട് വെച്ചു. നല്ല മുളകിട്ട കേരമീൻ കറിയാട്ടോ. പിന്നെ ഒരു മുട്ട പൊരിച്ചത്, പയറ് മെഴുക്ക് വരട്ടി, പിന്നെ ഉരുളക്കിഴങ്ങ് തോരൻ. ഇത്രയും കറികളേ ഉള്ളൂ കേട്ടോ. അച്ചാർ ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കുന്നില്ല. അച്ചാർ വിരോധികളാട്ടോ ഇവിടെയുള്ളവരൊക്കെ കൂടുതലും ആൾക്കാർ. അപ്പം അച്ചാർ ഇങ്ങനെ ചോറിൻ്റെ അകത്ത് അതിൻ്റെ പുളിയൊക്കെ പിടിച്ചിരുന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഈ കറികളൊക്കെയാണ് വെക്കുന്നത്. അപ്പം എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് പൊതിയുന്നത് ഞാൻ ചേട്ടായിക്കുള്ളതാട്ടോ. അപ്പം ഇനി മുട്ട പൊരിച്ചതുകൂടെ വെച്ച് അങ്ങ് നന്നായിട്ട് പൊതിയാം. ഈ വാടിയ ഇലയ്ക്കകത്ത് ഇങ്ങനെ പൊതിയുമ്പോൾ നമ്മുടെ പഴയ കാലത്തേക്ക് നമ്മൾ പോകും. പണ്ടൊക്കെ ഇങ്ങനെയല്ലായിരുന്നോ, ഇലയ്ക്കകത്തൊക്കെ അല്ലായിരുന്നോ ചോറ് കൊണ്ടുപോകുന്നത്. ഞാൻ അധികമൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ, പാത്രത്തിലായിരുന്നു കൊണ്ടുപോകുന്നത്. അപ്പം ഇപ്പം ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ വാടിയ ഇലയുടെ ആ മണം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക മണമാണ്. ഈ പൊതിച്ചോറ് കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു തേങ്ങ അരച്ച ചമ്മന്തി, അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സെറ്റാണ്. പക്ഷേ ഞാനതൊന്നും റെഡിയാക്കിയില്ല, ഇത്രയും റെഡിയാക്കിയതേ ഉള്ളൂ. അപ്പം നമ്മുടെ ആദ്യത്തെ ചോറ് ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ്. ഇനി എല്ലാവർക്കും ഞാനിങ്ങനെ ഓരോ പൊതിയാക്കി വയ്ക്കാമെന്ന് ഓർത്ത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് എളുപ്പമുണ്ട്. വൈകുന്നേരത്തെ ഭക്ഷണത്തിനാണ് ഞാനത് സെറ്റാക്കി വെക്കുന്നത്. അപ്പം എല്ലാവരുടേതും ഇങ്ങനെ കെട്ടി വെക്കട്ടെ. നന്നായിട്ട് അമക്കിയൊക്കെ വെക്കുകയാണ്. നമുക്കിത് ഒരിടത്തും നമുക്ക് കൊണ്ടുപോകാനൊന്നും അല്ലല്ലോ, ഇത് ഇവിടെ തന്നെ വെക്കാനല്ലേ, അതിനുശേഷം നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പം ഒരുപാടങ്ങ് പാക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ തന്നെ ആദ്യത്തെ പൊതിച്ചോറങ്ങ് കഴിക്കാൻ വെച്ചു. അപ്പം എനിക്കധിക നേരമൊന്നും ഈ കൊതി അടക്കിയിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആദ്യം അങ്ങ് കഴിക്കാൻ തീരുമാനിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ എല്ലാം കൂടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് കഴിക്കട്ടെ കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഈ വീഡിയോയിലൊക്കെ കാണുമ്പം ഇത്രയും രുചികരമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പലരുടെയും വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ പൊതിച്ചോറ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ ഞാൻ കുറേയൊക്കെ ഓർത്തെ കയ്യിൽ നിന്നിടുന്നതെന്നാ. പക്ഷേ അല്ല കേട്ടോ, ആ വാഴയിലക്കകത്തുള്ള ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ആ വാഴയിലയുടെ മണവും ടേസ്റ്റും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് കറിയൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഓക്കേ.